നമസ്കാരം. ഇന്ന് കേരളത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 6 ജില്ലകളിൽ നേരിയ ചലനം അല്ലെങ്കിൽ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വയനാട് ജില്ലയിൽ പല പഞ്ചായത്തിലും അനുഭവപ്പെട്ടു. തെരച്ചിൽ വരെ നിർത്തേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത്, പ്രളയ സ്ഥലത്ത് തെരച്ചിൽ വരെ നിർത്തി. അവിടെയും അനക്കം സംഭവിച്ചു. റിക്ടർ സ്കെയിലിൽ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് സമാധാനിക്കാം. ആർക്കും സമാധാനമില്ല. സത്യത്തിൽ എങ്ങനെയാണ് ഈ ഇത്രയും ദൂരെ കിടക്കുന്ന പത്തനംതിട്ടയിലും പാലക്കാടും കോഴിക്കോടും മലപ്പുറവും വയനാടും എല്ലാം ഇത് അനുഭവിച്ചത് ഒരേ സമയത്താണ് അനുഭവിച്ചത്. 10:30 വയനാട്ടിലൊക്കെ പലരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി, റോഡിലേക്ക് ഇറങ്ങി. മറ്റൊരിടത്ത് പാർപ്പിക്കാൻ വരെ സന്നദ്ധരായി. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളുടെ പഠനം, തുടർ ഭൂചലനം ഇങ്ങനെ ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഗാഡ്ഗിലിനെ ഇനി പറയാത്തതൊന്നും ബാക്കിയില്ല. പലരും ഗാഡ്ഗിലിൻ്റെ കുടുംബത്തെ വരെ ആക്ഷേപിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും. ഇന്ന് ആരുമില്ല. ഇന്ന് ഈ നേരം വരെ ഗാഡ്ഗിലിനെ പറ്റിയിട്ട് ആരും അനങ്ങിയിട്ടില്ല. ഇന്ന് 10:30 ശേഷം, ഈ വാർത്ത വന്നതിന് ശേഷം ഗാഡ്ഗിലിനെ പറ്റിയിട്ട് മിണ്ടിയിട്ടില്ല. അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. ഇനിയൊരു ദുരന്തം താങ്ങാൻ വയനാടിനോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലേക്കോ കഴിയില്ല. ഇന്നിപ്പോൾ ഉണ്ടായൊരവസ്ഥ നോക്കൂ. വയനാട് ദുരന്ത ബാധിത പ്രദേശത്ത് 2 or 3 ശവം കണ്ടെത്തി. രക്ഷാപ്രവർത്തകർക്ക് അത് എടുക്കാൻ പറ്റിയില്ല. ചീഞ്ഞളിഞ്ഞ് അത്രയും വൈകൃതമായി എടുക്കാൻ പറ്റില്ല. ഉടനെ തന്നെ അവർ ഫോണിൽ ബന്ധപ്പെട്ടു, PPE കിറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്നു. ഹെലികോപ്റ്ററിൽ വന്നിട്ട് PPE കിറ്റില്ല, ഗ്ലൗസും മറ്റുള്ള സാധനങ്ങളാണ് കിട്ടിയത്. അപ്പം നമ്മളുടെ മുൻകരുതൽ എത്രയുണ്ട്? ഒരു മനുഷ്യനല്ലേ ഈ ശവശരീരം എടുക്കാൻ പോകുന്നത്. സന്നദ്ധ പ്രവർത്തകർ, എന്തിനും തയ്യാറായിട്ടുള്ളവർ, അവർക്ക് ഒരുവിധം രക്ഷ ഉണ്ടെങ്കിൽ അവരെടുത്ത് വരും. അപ്പം ഇത്രയും ദിവസമായിട്ട് ഈ PPE കിറ്റ് കരുതിയിട്ടില്ലേ? വിളിച്ചു പറഞ്ഞിട്ടും ഹെലികോപ്റ്ററിൽ വരെ എത്തിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? ആരാണിത് തയ്യാറാക്കി വയ്ക്കേണ്ടത്? PPE കിറ്റ് ഇല്ലായിട്ടായിരിക്കില്ല. കോവിഡ് സമയത്തൊക്കെ കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇല്ലാത്ത ഹോസ്പിറ്റൽ ഉണ്ടാവില്ലല്ലോ. അവിടുന്ന് ഒരു 10 എണ്ണം സംഘടിപ്പിച്ചിട്ട് അവിടെ എത്തിച്ചുകൂടായിരുന്നു. ഇനി നാളെ PPE കിറ്റും ധരിച്ച് സന്നദ്ധ പ്രവർത്തകരെ രണ്ടാമത് ഹെലികോപ്റ്ററിൽ അവിടെ ലാൻഡ് ചെയ്ത് ഇനി അത് എടുത്ത് കൊണ്ടുവരണം. നാളെ പ്രധാനമന്ത്രി വരുന്നു. ഇന്ന് കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ട് വിശാലമായ ഗ്രൗണ്ടാണ്. അവിടെ താൽക്കാലിക ഹെലിപ്പാഡ് തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നാ സ്ഥിരമായിട്ടൊരു ഹെലിപ്പാഡ് കൽപ്പറ്റ SKMJ വെച്ചുകൂടെ, ഉണ്ടാക്കിക്കൂടെ? ഒരു വിമാനത്താവളം അവിടെ ഇല്ല. അപ്പോൾ വയനാട്ടുകാർക്ക് ഇതൊന്നും ആവശ്യമില്ല. വയനാട്ടുകാരെന്താ ഇപ്പോഴും പിന്നെ അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റ് ജില്ലകളിലെ പോലെ സൗകര്യവും ഒക്കെ അവർക്കും ആവശ്യമില്ലേ? ഒരു പൂഴിത്തോട് റോഡിന് വേണ്ടിയിട്ട് അവിടെ ജനം വർഷങ്ങളായി, 33 വർഷമായി ഉദ്ഘാടനം ചെയ്തിട്ട് ഇതുവരെ ആ റോഡ് ഇനി ഒരു 8 കിലോമീറ്റർ കാട്ടിനുള്ളിൽ കൂടി പൂർത്തീകരിക്കണം. പകരം ഭൂമി കർഷകർ കൊടുത്തു കഴിഞ്ഞു. റോഡിന് വേണ്ട ഭൂമി എത്രയാണോ സർക്കാരിൽ നിന്ന്
വനഭൂമി എടുക്കുന്നത്. അതിന് പകരം ഭൂമി കൃഷിക്കാർ കൊടുത്തു കഴിഞ്ഞു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ആ റോഡ് വന്നു കഴിഞ്ഞാൽ ചുരം വേണ്ട. ഇപ്പോൾ വയനാട് ചുരത്തിൽ 9 എയർപിൻ വളവുകളാണുള്ളത്. ഈ 9 എയർപിൻ വളവുകൾ 14 കിലോമീറ്ററാണ്. ഈ 14 കിലോമീറ്ററിൽ അതിൽ തന്നെ 2ാം വളവിൽ പൊട്ട് വന്നിട്ടുണ്ട്. വാഹന ഗതാഗതം വളരെയേറെയാണ്. പിന്നെ മാത്രമല്ല, ഇതിലൊക്കെ രസം, ഞങ്ങൾക്കൊരു വയനാട്ടിലൊരു റെയിൽവേ ഇല്ല, കപ്പലില്ല എന്ന് പറഞ്ഞാൽ ചിരിക്കേണ്ട, കടലില്ല, അത് പോട്ടെ. ഇന്നാ ഒരു മെഡിക്കൽ കോളേജോ? ഇവിടെ ദുരന്തം ഉണ്ടായപ്പോൾ 35 കിലോമീറ്റർ ദൂരേക്ക് ഒഴുകി വന്നു ശവശരീരം. എവിടെ? നിലമ്പൂരിലേക്ക്. നിലമ്പൂർ താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലിൽ ഇത് പിന്നെ ശവശരീരം വെച്ചപ്പോൾ ഈ വയനാട് ചുരം വഴി ചുറ്റിയിറങ്ങി 135 കിലോമീറ്റർ ഓടി വന്നിട്ട് ഇവിടുന്ന് ശവശരീരമായിട്ട് പോകുമ്പോൾ അതേ 135 കിലോമീറ്റർ ദൂരം ഓടി കോഴിക്കോട്ടേക്ക്, അവിടെ ദുരന്തത്തിൽ അപകടം സംഭവിച്ചവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവരുന്നത്. ഈ ദുരന്തം സംഭവിച്ചവരെ ശുശ്രൂഷിക്കേണ്ടവരും ഇത്രയും കിലോമീറ്റർ ദൂരെ ഓടി വന്ന് കോഴിക്കോട് വന്ന് താമസിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, മൊത്തത്തിൽ നമ്മളുടെ ദുരന്ത നിവാരണത്തിനായിട്ടുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തത തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറയുകയുണ്ടായി, കോഴിക്കോട് മിഠായിത്തെരുവിലൊരു 3 തീപിടുത്തം നടന്നു. അതിൽ ആദ്യത്തെ തീപിടുത്തം ഒരു പടക്കക്കടയാണ്. മിഠായിത്തെരുവിൽ മൊയ്തീൻ പള്ളി റോഡിൽ ഏതോ കാലത്തുള്ള ഒരു പടക്കക്കടയ്ക്കാണ് തീ പിടിച്ചത്. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, മാനാഞ്ചിറയിൽ എത്രയും വെള്ളമുള്ള മാനാഞ്ചിറയിൽ ഒരു 50 HP മോട്ടർ വെച്ചിട്ട്, വേണ്ട 25 HP മോട്ടർ വെച്ചിട്ട്, ഒരു ഡീസൽ മോട്ടർ, കറണ്ട് ചിലപ്പോൾ ഇല്ലെങ്കിലോ 25 ലിറ്റർ ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് ഒരു പൈപ്പ് ആ മിഠായിത്തെരുവിലേക്ക് സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് തീപിടുത്തത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇതുവരെ ചെയ്തില്ല. പകരം മീഞ്ചന്തയിൽ നിന്ന് ഫയർഫോഴ്സ് വരണം കോഴിക്കോട് ടൗണിലേക്ക്. മീഞ്ചന്ത റോഡ് എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച റോഡാണ്. മാത്രമല്ല, മൊയ്തീൻപള്ളി റോഡിലേക്ക് പോകാൻ കുറച്ച് വിഷമമാണ്. അപ്പോഴേക്ക് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപകടം നടന്ന് അവിടെ മരണം നടന്ന് അവിടെ തീപിടുത്തം മുഴുവൻ നടക്കും. ഞാനിപ്പോഴും പറയുന്നു, മാനാഞ്ചിറ ഇതേപോലെ ഒരു ജനറേറ്ററും അല്ലെങ്കിൽ മോട്ടോറും അല്ലെങ്കിൽ ഡീസൽ മോട്ടോർ ഫിറ്റ് ചെയ്ത് സ്ഥിരമായ ഒരു സംവിധാനം, വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ മിഠായിത്തെരുവ് അതിനോടനുബന്ധിച്ച ഏരിയകളിലൊക്കെ തീപിടുത്തം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താമെന്ന്. നമുക്ക് വേണമെങ്കിൽ എല്ലാം നടക്കും. ഇന്ന് ഒരു 2 ദിവസം കൊണ്ട് മേപ്പാടി വരെയുള്ള, കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി വരെയുള്ള റോഡ് ഗതാഗതം ടാറ് പേച്ച് വർക്ക് നടത്തി ടാർ ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ ഇത് സാധാരണക്കാരന് ആവശ്യമില്ലേ? സാധാരണക്കാരൻ്റെ ആവശ്യത്തിന് മുൻഗണന കൊടുക്കേണ്ടത്. അതേപോലെ ഒരു വിമാനത്താവളം ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. മെഡിക്കൽ കോളേജ് അത്യാവശ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ ആകെ ഒരു ചുരം റോഡിൽ കൂടി ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. പല രോഗികളും വഴിക്ക് വെച്ച് മരിച്ചു പോവുകയാണ്. ആരറിയുന്നു? കുടുംബക്കാർക്ക് പോയി. എത്ര മണിക്കൂർ വേണം വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ? നിങ്ങൾക്ക് തന്നെ അറിയാം, കുന്നമംഗലവും മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എത്തുന്ന ദൂരത്ത് തന്നെയുള്ള ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾക്കറിയാം. പിന്നെ വയനാട് ചുരത്തിൽ നിങ്ങളിത് കേൾക്കുന്ന പലരും വയനാട് ചുരത്തിൽ മണിക്കൂറുകളോളം യാത്രാ തടസ്സം അനുഭവിച്ചവരായിരിക്കാം. ഇന്ന് ടി വിയിൽ ചർച്ച കാണിച്ചതും തന്നെ തിരിച്ചും മറിച്ചും കാണിച്ച് ജനങ്ങളെ പരിഭ്രാന്തി ആക്കിക്കൊണ്ടിരിക്കുക. ഒരു സൊല്യൂഷൻ ഇന്ന് വരെ പറഞ്ഞു കേട്ടിട്ടില്ല.
കഴിഞ്ഞ ഇലക്ഷന് എത്ര പേര് നമുക്ക് സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നു? അവരാരെങ്കിലും പല വാഗ്ദാനങ്ങളും നൽകിയപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ആരെയും കേട്ടോ? എന്തേ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കോ അല്ലെങ്കിൽ നമുക്കോ ഇതൊന്നും ബോധമില്ലാത്തത്? ഒരാളും സംസാരിച്ചത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ ഉറപ്പിനെ പറ്റിയാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ ഉറപ്പുണ്ട്, അത് എനിക്ക് കുറേ കാലവും കൂടി നിലനിൽക്കുന്നത്. ആർക്കാ പറയാൻ പറ്റുക? മനുഷ്യനിർമ്മിതമായതൊന്നും കാലാകാലങ്ങളായിട്ട് നിന്നിട്ടില്ല. ഇവിടെ പാലങ്ങൾ തന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന രീതിയിലാണ് കാണുന്നത്. ഈ ഡാമുകളുടെ സ്ഥിതി എന്താണ്? ഇനി എന്താണ് ഇവിടെ വരാൻ പോകുന്നത്? ഈ ഡാമുകളാണോ ഈ ഭൂചലനത്തിന് കാരണമുണ്ടായത്? പറയാൻ പറ്റില്ല. വയനാട്ടിൽ ഇപ്പോഴുണ്ടായ പ്രളയം അല്ലെങ്കിൽ പിന്നെ മണ്ണിടിച്ചിലുണ്ടായത് മഴ കൂടുതൽ കിട്ടിയിട്ടാണെന്ന് പറയുന്നു. അത് നമുക്ക് വിശ്വസിക്കാം. കാരണം കടൽ ചൂടായി, നീരാവിയായി വെള്ളം ആകാശത്തെത്തും. അത് കനത്ത മഴയായിട്ടാണ് ഇപ്പോൾ പെയ്യുന്നത്, നമുക്കൊക്കെ അറിയാം. അങ്ങനെ കനത്ത മഴ പെയ്തു, അപ്പോൾ മേൽമണ്ണ് ഒലിച്ചു പോകുന്നു. അങ്ങനെയാണ് ദുരന്തം സംഭവിച്ചത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഗതിയല്ല. പക്ഷെ ഗാഡ്ഗിലിനെ കുറ്റം പറയുന്നവർ ഇന്ന് നാവടക്കിയിരിക്കുന്നു. ഇന്ന് മിണ്ടിയിട്ടില്ല, ഒരാൾ മിണ്ടിയിട്ടില്ല. അപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ. വർഷങ്ങളായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം എത്ര ജീവജാലങ്ങൾ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു, എത്ര സസ്യങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര ഉറവകളുണ്ട്. ഏത് മഴക്കാലത്തും ഒരു കുറച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഉറവകളുണ്ടാവും. അത് കാണാനൊരു ഭംഗിയായിരുന്നു, അതുകൊണ്ട് ആർക്കും ദോഷം ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉറവുകളില്ല. അതെന്തുകൊണ്ടാണെന്ന് പഠിക്കണ്ടേ? മാത്രമല്ല, മണ്ണിന് ഉറപ്പ് കുറഞ്ഞു. ഇന്ന് പറമ്പിൽ കിളയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ പറമ്പ് കിളയ്ക്കാറാരുമില്ല എന്നുള്ളതാണ് സത്യം. മണ്ണിന് ഉറപ്പ് കുറഞ്ഞു. അത് എല്ലാ ജില്ലകളിലും അതാണ് സ്ഥിതി. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റം തന്നെയാണ്, കാലാവസ്ഥയിലുള്ള വ്യതിയാനം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ വെട്ടുകല്ലുണ്ടാവുന്നത് എങ്ങനെയാണ്? കാൽസ്യം കൂടുമ്പോൾ ആണ് വെട്ടുകല്ലായിട്ട് തീരുന്നത് മണ്ണ്. വെയിൽ കൊണ്ട് കല്ലായി തീരുന്നത്. ഇന്ന് അടിപ്പാളികളിൽ മാത്രമേ വെട്ടുകല്ലുള്ളൂ. അതേപോലെ മേൽമണ്ണ് മുഴുവൻ ഇളകിയിരിക്കുക. അത്രയും ഇളക്കം സംഭവിച്ചിരിക്കുന്നു മേൽമണ്ണിന്. ഏത് മലയും ഇടിഞ്ഞു വരാം, ഏത് സമയത്തും ഇടിഞ്ഞു വീഴാം എന്ന സ്ഥിതിയിലായിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ ആദ്യം ഞാൻ പ്രതികരിച്ചു. ഒരു സ്ഥലത്തും സുരക്ഷാ ബോർഡുകളില്ല, വേലികളില്ല, അപകടങ്ങൾ വരും എന്ന് ഫേസ്ബുക്കിൽ എനിക്കൊരു രാമനാട്ടുകര പ്രകൃതി സംരക്ഷണ സമിതി എന്നുള്ളതിൽ കൃത്യമായി എഴുതിയിരുന്നു. ആ എഴുതിയതിന് ശേഷം തന്നെയാണ് അവർ കുറച്ച് വേലി ഒക്കെ ചെയ്തു വെച്ചത്. പിന്നീട് ഞാൻ എഴുതി, അശാസ്ത്രീയമാണ് ഈ റോഡ്, കേരളത്തിലെ ഇത്തരം റോഡുകൾ ആവശ്യമില്ല, കേരളത്തിലെ വീതി കൂടിയ റോഡ് ആവശ്യമാണ്. പക്ഷെ ഇത് ഇത്രയും ആഴത്തിൽ മണ്ണെടുക്കുന്നത് അപകടം വിളിച്ചു വരുത്തുമെന്ന് ഞാൻ അന്നേ പറഞ്ഞു. ഈ അടുത്ത് വടകരയിലൊക്കെ ഉണ്ടായ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ഞാനത് ഓർക്കുകയുണ്ടായി. അതുമാത്രമല്ല, സർവീസ് റോഡുകൾ പലതും അപകടത്തിൻ്റെ ഭീഷണിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സർവീസ് റോഡുകൾ എത്ര ആഴത്തിലാണ് നിൽക്കുന്നത്? ഇവിടെ അടുത്ത് ചേളാരിയിൽ മാത്രം 3 പേര് മരിച്ചു. ഒരാൾ രാവിലെ മോട്ടോർ സൈക്കിൾ കൊണ്ടുവച്ചു, അന്നേരം അവിടെ വേലി ഉണ്ടായിരുന്നു. വേലി എന്ന് പറഞ്ഞാൽ റിബണാണ്, ഒരു ചുവപ്പ് മാർക്ക് ചെയ്ത റിബൺ. അദ്ദേഹം രാത്രി ബസ് ഇറങ്ങി വന്നു, മോട്ടോർ ബൈക്ക് എടുത്ത് വരുമ്പോൾ ആ വേലി അവിടെ ഇല്ല. അദ്ദേഹം ബൈക്ക് എടുത്ത് നേരെ 6 ആൾ താഴ്ചയുള്ള കുഴിയിലേക്ക് വീണ് മരണപ്പെട്ടു. വേറെ ഒരു ചെറുപ്പക്കാരനും ഇതേപോലെ അവിടെ ചാടി, വേറൊരാൾ കാറാണ് ചാടിയത്. അങ്ങനെ 3 പേര് ഇവിടെ മാത്രം മരണപ്പെട്ടിട്ടുണ്ട്.
പിന്നെ റോഡ് നിർമ്മാണത്തിൻ്റെ 40 മീറ്റർ റോഡ് പെട്ടെന്ന് വീതി കൂട്ടിയിട്ട് അവിടെ ഒരു തടസ്സമൊന്നും വെക്കാത്തതുകൊണ്ട് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് അപകടം സംഭവിച്ച് മരിച്ചവർ വേറെ. ഇതല്ലെങ്കിൽ മരിക്കില്ലെന്ന് ചോദിക്കും. അങ്ങനെയാ ചോദിച്ചത്. നമ്മളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ എതിർക്കുക, അതാണ് സ്വഭാവം. നിങ്ങളൊരു പുതിയ റോഡ് വരുന്നതിന്, സൗകര്യം വരുന്നതിന് എതിർക്കുകയല്ലേ ചെയ്യുന്നത്? കുറച്ച് നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ സഹിക്കണ്ടേ? ഈ പറഞ്ഞവന് കുഴപ്പമില്ലല്ലോ. ഞാൻ പറയുന്നത് എന്താണ്, റോഡ് വരുമ്പോൾ സുരക്ഷാ കവചങ്ങൾ വേണം. ഇപ്പോൾ ഒരു ചെറിയ റോഡാണെങ്കിൽ പോലും റിപ്പയർ ചെയ്യുകയാണെങ്കിൽ റോഡിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും റോഡ് റിപ്പയർ ചെയ്യുന്നു, ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്ന ബോർഡ് വയ്ക്കും. ഇപ്പം അതില്ല. ഒരു സുപ്രഭാതത്തിൽ ലോറിയിൽ കൊണ്ടുവരുന്നു, വാഹനം നമ്മൾ അവിടം വരെ പോയിട്ട് അവിടെ നിന്ന് തിരിക്കാൻ പറ്റാതെ തിരിച്ചു വരിക ചെയ്യുന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ എവിടെയില്ല. ഒരു കടകളുടെ ബോർഡുകളും മുകളിലും ആ സ്ഥലത്തിൻ്റെ പേരെഴുതിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഞാൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറേയും കൂടി ശക്തമാക്കണം, ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.